ഓക്കെ, സോ ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ. അപ്പോ ഈ ഡാർവിനിസം എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഡാർവിന്റെ ഒരു ഫോട്ടോസ് ആണ്. കുട്ടിയാവുമ്പോ പിന്നെ അഡൾട്ട് ആവുമ്പോ ആ ഒരു ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സിഗ്നിഫിക്കന്റ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് കേവലം ഡാർവിനെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു നോർമൽ സയന്റിസ്റ്റിന് മാത്രം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത്രയധികം ഇമ്പാക്റ്റ് ആണ് ഡാർവിൻ ഈ സയന്റിഫിക് വേൾഡ് ഉണ്ടാക്കിയുള്ളത്. ഇപ്പൊ ഡാർവിൻ പറഞ്ഞത് എല്ലാം ശരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഇന്നും ഉണ്ട്. ഇന്നും അതിന് മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഡിബേറ്റ്സ് ഉണ്ട്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ഫിഗർ ആയിരുന്നു ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഡാർവിന്റെ ബയോഗ്രഫി. ഷ്രൂസ്ബറി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ടൗണിൽ, സിമ്പിൾ ആയ ഒരു ടൗണിലാണ് അദ്ദേഹം. ഭയങ്കര ഹാപ്പി പ്ലേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഷ്രൂസ്ബറി. അപ്പോ അവിടെ 1809 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഡോക്ടർ ആയിരുന്നു. എന്താ, ചാൾസ് ഡാർവിൻ ഒരു നല്ലൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ അത് ഇറ്റ് ഡിഡ്ന്റ് ടേൺ ഔട്ട് ടു ബി ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഡാർവിൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് നാച്ചുറൽ ഹിസ്റ്ററിയിലായിരുന്നു. മൂപ്പരാൾക്ക് ബ്ലഡിന്റെ ആ ഒരു സൈറ്റ് തന്നെ ഒരു തരം ഇറ്റ് മെയ്ഡ് ഹിം അൺഈസി. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക്, മെഡിക്കൽ ഫീൽഡിലേക്ക് മൂപ്പരാള് പോയില്ല. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തിയാണ്. റിനോൺഡ് ആയ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ 1831 അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് പറയാം. കാരണം ഡാർവിൻ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു മിഷന്റെ ഭാഗമായിട്ട് എച്ച് എം എസ് ബീഗളുടെ ഫോട്ടോസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോ അതിൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു വോയേജിന്റെ ഭാഗമായിട്ട് ഒരു വോയേജിന് പോവുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്. അപ്പൊ ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് സ്ലൈഡിൽ. ദ മെയിൻ പേർപ്പസ് ഓഫ് ദ ട്രിപ്പ് വാസ് ടു സർവേ ദ കോസ്റ്റ് ലൈൻ ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് ചാർട്ട് ഇറ്റ്സ് ഹാർബേഴ്സ് ടു മേക്ക്. അപ്പൊ അന്നത്തെ എന്താ പറയാ, ഒരു റീജിയൻസിനെ കുറിച്ച് പഠിക്കാനും അന്നും ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സമയത്ത് കുറെ ഇങ്ങനത്തെ വോയേജസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കനെ ഡിസ്കവർ ചെയ്തത്. പിന്നെ അമേരിക്കോ വാസ്പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫേമസ് ആയ സെയിലേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഷിപ്പ് കാണുമ്പോൾ നമുക്കൊരു മൂവി ഓർമ്മ വരുന്നുണ്ടാവും, പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലും ആ ഒരു ഷിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നത്തെ പല ഷിപ്സും സത്യം പറഞ്ഞ വ്യത്യാസമുണ്ട്, ക്രൂസ് ഷിപ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ഇത് പറയുന്നത് വേറൊന്നുമല്ല, അന്നപ്പോ ഈ ടൈപ്പ് ഷിപ്സ് ആയിരുന്നു. സോ ദ ജേർണി ടുക്ക് മോർ എമൗണ്ട് ഓഫ് ടൈം. കുറച്ചും കൂടി സമയം എടുത്തുള്ള ജേർണീസ് ആയിരുന്നു. അതിന്റെ ഡിഫിക്കൽട്ടിയും പലതും ഉണ്ടായിരുന്നു. നമുക്ക് ഡേറ്റ റെക്കോർഡ് ചെയ്യാൻ പലതും ഉണ്ടായിരുന്നു, പല ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പലതും ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഷിപ്സ് സെയിൽ ചെയ്ത് ആ ഒരു വഴി തന്നെ, ആ ഒരു രീതി തന്നെ ഇറ്റ് വാസ് ഡിഫറെന്റ്. ഇപ്പൊ ഈ ഒരു വോയേജ് തന്നെ ഡാർവിന്റെ ആ ഒരു കംപ്ലീറ്റ് ടീം എടുത്തത്, ആ കംപ്ലീറ്റ് ക്രൂ ഓൾമോസ്റ്റ് 5 years എടുത്തു ഈ വോയേജ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതാണ് ഈ പിക്ചർ. സത്യം പറഞ്ഞാൽ എല്ലാവരും ക്ലോസ് ആയിട്ട് നോക്കണം. അദ്ദേഹം പല സ്ഥലത്ത് പോയപ്പോ അദ്ദേഹത്തിന് നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് ഇപ്പോ ആ പിക്ചറിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. യൂറോപ്പിന്റെ ആ ഒരു ചെറിയ നമുക്കവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇംഗ്ലണ്ട് നമുക്ക് കാണാം. അവിടുന്ന് ഫാൽമൗത്ത് ഒക്ടോബർ 1836 എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. അപ്പോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൗൺവേർഡിലേക്ക് ആരോ, ആ ആരോ വഴി താഴേക്ക് പോയി 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 അവസാനം സൗത്ത് അമേരിക്കനെ കംപ്ലീറ്റ് സർക്കിൾ ചെയ്ത് സൗത്ത് അമേരിക്കയുടെ ഒരു ലെഫ്റ്റ് സൈഡിന്റെ ടോപ്പ് ലെഫ്റ്റ് പോർഷനിലാണ് നമ്മൾ ഗാലപാഗോസ് ഐലൻഡ്സ് കാണുന്നത്. ഗാലപാഗോസ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഐ ക്യാൻ സേ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആയിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ ഐ എം കമ്മിങ് ടു മൈ സ്ലൈഡ്സ്. പിന്നെ അവിടുന്ന് കുറെ പോയി, പിന്നെ ഓസ്ട്രേലിയയുടെ ആ ഭാഗത്തെത്തി, സിഡ്നി, പിന്നെ മൊറീഷ്യസ്, അങ്ങനെയൊക്കെ ആയിട്ട് ആഫ്രിക്കയുടെ ആ ഒരു ഇതിലൊക്കെ സർക്കിൾ ചെയ്ത് അവസാനം തിരിച്ച് ഇംഗ്ലണ്ടിൽ തന്നെ തിരിച്ചെത്തി. സോ ദിസ് വോയേജ് ആക്ച്വലി ടുക്ക് 5 years. അപ്പോ അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്രസീൽ, അർജന്റീന, ചിലി, ഗാലപാഗോസ് ഐലൻഡ്സ്, അവിടെയുള്ള അപ്പൊ ഓരോ റീജിയനിൽ പോകുമ്പോഴും അദ്ദേഹം അവിടുത്തെ സ്പെസിമെൻസിനെ കളക്ട് ചെയ്ത് എന്നിട്ട് ക്രേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു തരം പാത്രമാണ്. എന്നിട്ട് അതിലൊക്കെ സ്റ്റോർ ചെയ്ത് അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. എന്നിട്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. കാരണം ഈ നാച്ചുറൽ സയൻസ്, നാച്ചുറൽ ഹിസ്റ്ററി, അതിനെയൊക്കെ കുറിച്ച് വളരെയധികം ഇൻട്രീഗ്ഡ് ആയ ഒരു വ്യക്തിയായിരുന്നു ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അപ്പോൺ ഹിസ് റിട്ടേൺ ടു ഇംഗ്ലണ്ട് ഇൻ 1836 അദ്ദേഹം ഈ കിട്ടിയ സാമ്പിൾസിലും അദ്ദേഹത്തിന്റെ ഈ വോയേജസ് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ പിക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ ഒരു കംപ്ലീറ്റ് വോയേജിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. ഇങ്ങനെ സ്റ്റഡീസ് ഓഫ് ഹിസ് സാമ്പിൾസ് ആൻഡ് നോട്ട്സ് ഫ്രം ദ ട്രിപ്പ് ലെഡ് ടു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സയന്റിഫിക് ഡിസ്കവറീസ്. ഞാൻ പറഞ്ഞ പോലെ ഇന്നും അത് ഡിസ്കസ് ചെയ്യുന്നു. ഇന്നും നമ്മൾ
പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണിത്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു ഫീൽഡാണത്. ഇപ്പോ എവല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് ഡാർവിൻ. അത്രയും അധികം പേരും പ്രശസ്തിയും ഇൻഫ്ലുവൻസും നേടിയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണത്. ഇതാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇദ്ദേഹം പല ബുക്സ് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഫേമസ് ആയിട്ടും ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവല്യൂഷണറി ബയോളജി. ഇതിലാണ് അദ്ദേഹത്തിന്റെ നാച്ചുറൽ സെലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ 1859, അതായത് ആ വോയേജ് കഴിഞ്ഞത് 1856-ലാണ്. സാർ ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ സാർ? ഓക്കെ. അപ്പോ ഈ വോയേജ് കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പഠനത്തിലായിരുന്നു. അങ്ങനെയാണ് അവസാനം ഈ ഒരു ഡേറ്റിൽ അദ്ദേഹത്തിന്റെ ബുക്ക് ഇറങ്ങിയത്. ബുക്കിന്റെ പല ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേറെ ഒന്നുമല്ല, പല എഡിഷൻസും പിൽക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പല ന്യൂ ഇത് കാണാം. ഈവൻ ഡാർവിൻ ഒരു എവല്യൂഷൻ ഓഫ് ബെയർസിന്റെ ഒരു കഥയുണ്ട്. അത് അദ്ദേഹം പ്രസന്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ തിയറി കൊണ്ടുവന്ന ഒരു കഥ, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ശരിയായിരുന്നു. പക്ഷെ ആ ഒരു ഇത് കാരണം അദ്ദേഹത്തിന് ഭയങ്കര അധികം ഹ്യൂമിലിയേഷൻ സഫർ ചെയ്യേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം പിൽക്കാലത്തുള്ള എഡിഷൻസിന് ആ ഒരു ഭാഗം റിമൂവ് ചെയ്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ നാച്ചുറൽ ഇപ്പോ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല എഡിഷൻസും പല വേർഷൻസും പിൽക്കാലത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിന്റെ ടൈമിൽ അതേ സമയത്ത് തന്നെ വർക്ക് ചെയ്ത മറ്റൊരു ഇൻഫ്ലുവൻഷ്യൽ ആയ സയന്റിസ്റ്റ് ആണ് ആൽഫ്രഡ് വാളസ്. അപ്പോ ആൽഫ്രഡ് വാളസും മലൈ ആർക്കിപ്പിലാഗോ ഐലൻഡ്സിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് ഇവര് വാളസ് എന്ത് ചെയ്തു, വാളസിന്റെ തിയറി 1858 സെൻഡ് ചെയ്തു. അപ്പോ രണ്ടാളും മനസ്സിലാക്കി ഇവര് വന്നിട്ടുള്ള കൺക്ലൂഷൻസ്, എവല്യൂഷനെ കുറിച്ച് വന്നിട്ടുള്ള കൺക്ലൂഷൻസ് എക്സാക്ട്ലി സിമിലർ ആണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് തിയറി എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. അതാണ് അദ്ദേഹം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ബുക്കിൽ അദ്ദേഹം കൊണ്ടുവന്നത്. എന്താണത്? അപ്പോ അതിന് മുമ്പ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ഇതാക്കാം. അപ്പോ ഇത് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ഇതില് അല്ലെങ്കിൽ വേണ്ട, ഞാൻ പെപ്പേർഡ് മോത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഈ പെപ്പേർഡ് മോത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇത് നാച്ചുറൽ സെലക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാൻ എന്താ. ഇനി പെപ്പേർഡ് മോത്ത് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് മോത്തായിരുന്നു. ഇറ്റ് ഹാഡ് എ പെയിൽ വൈറ്റിഷ് കളർ വിത്ത് ബ്ലാക്ക് സ്പോട്ട്സ്. അപ്പൊ എന്ത് ചെയ്ത് ഇവിടെ എന്താ പറയാ, ഈ ഒരു കളറിങ് കാരണം അവർക്ക് പൊട്ടൻഷ്യൽ പ്രെഡേറ്റേഴ്സ്, അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പ്രെഡേറ്റേഴ്സിന് അവർക്ക് ഈസി ആയിട്ട് അവരെ തന്നെ സേവ് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം എതിരെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഡാർക്ക് കളേർഡ് പെപ്പേർഡ് മോത്സ് ആയിരുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് വൈറ്റ് കളേർഡ് പെപ്പേർഡ് മോത്സ് ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് ഡാർക്ക് കളേർഡ് പെപ്പേർഡ് മോത്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവര് ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവര് യൂസ് ചെയ്യുന്ന ട്രീ എന്ന് പറയുന്നത് ബർച്ച് ട്രീസ് ആണ്, അതും പെയിൽ കളറാണ്. അപ്പൊ നാച്ചുറലി ഇതൊരു തരം ക്യാമോഫ്ലാഷ് സിസ്റ്റം എന്നൊക്കെ പറയില്ല, നമ്മള് എൻവയൺമെന്റ് അനുസരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യാന്ന് പറയണ പോലെ ഇവർ കളർ ചേഞ്ച് ചെയ്യില്ല, ഇവര് നാച്ചുറൽ ഫീച്ചർ ആയിരുന്നു ഈ വൈറ്റ് കളർ ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു, പ്രെഡേറ്റേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് ഈ വൈറ്റ് കളേർഡ് മോത്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം ബ്ലാക്ക് കളേർഡ് മോത്സ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോ ഈ ബ്ലാക്ക് കളേർഡ് മോത്സ് ഈസി ആയിട്ട് ഈ പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് വിത്തിൻ സം ടൈം അവരെ പോപ്പുലേഷൻ നന്നായി കുറഞ്ഞു. അപ്പൊ അങ്ങനെ, പക്ഷെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ മറ്റൊരു കേസാണ് ഉണ്ടായത്. അതായത് ഇൻഡസ്ട്രീസ് നമുക്കറിയാം വളരെയധികം പൊല്യൂട്ടൻസും ഹാംഫുൾ ഗ്യാസും ഒക്കെ വരും. അതൊക്കെ വന്ന് കളക്ട് ചെയ്യണത് ഈ ബർച്ച് ട്രീസിന്റെ. അപ്പോ ഈ ബർച്ച് ട്രീസിൽ കളക്ട് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് സൂട്ട് എന്ന് പറയുമ്പോൾ ഒരുതരം പുകയിൽ നിന്നൊക്കെ വരുന്ന സാധനമാണ്. അപ്പോ അത് കാരണം ലാസ്റ്റ് ലൈനിൽ പറയുന്നത് സ്റ്റെയിൻ ട്രീസ് ആൻഡ് ബിൽഡിങ്സ് ബ്ലാക്ക്. അപ്പൊ എന്ത് ചെയ്ത്, ഏർലിയർ പെയിൽ കളേർഡ് ആയ ഈ ബർച്ച് ട്രീസ് പിന്നെ ബ്ലാക്ക് കളേർഡ് ആയി. അപ്പൊ ഈ കളർ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തിരുന്ന ലൈറ്റ് കളേർഡ് മോത്സ് എന്ത് ചെയ്ത് പിന്നെ ഭയങ്കര, ഇപ്പോ ആ ഫസ്റ്റ് പിക്ചറിൽ കണ്ടോ, ഫസ്റ്റും സെക്കൻഡ് പിക്ചറിൽ കണ്ടോ, ഇപ്പൊ ഈ ട്രീ കംപ്ലീറ്റ് അവരെ കളർ ചേഞ്ച് ആയി പോയി. അങ്ങനെ ആയപ്പോ വൈറ്റ് കളറിന് ഈസി ആയിട്ട് കാണാൻ പറ്റി, ബ്ലാക്ക് കളറിന് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അത് പ്രെഡേറ്റേഴ്സിന്റെ ഒരു ബിഹേവിയർ തന്നെ ചേഞ്ച് ചെയ്തു. അപ്പോ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സമയത്ത് നമ്മുടെ ഡാർക്ക് കളേർഡ് മോത്സ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു. സർവൈവൽ മീൻസ്
അവർക്ക് കൂടുതൽ സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. ഇത് ഒരു ബേസിക് എക്സാമ്പിൾ ആണ് നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ. ഇനിയിപ്പോ നമുക്ക് പോയിന്റ്സിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഇനി പോയിന്റ്സിലേക്ക് വരുമ്പോൾ ചില ഇൻഡിവിജ്വൽസിന് ദേ വിൽ ഹാവ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ദാറ്റ് ഹെൽപ് ദം സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. ഉദാഹരണത്തിന് ഒരു റീജിയണില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വല്ല പ്രഡേറ്റേഴ്സ് ഉണ്ടാവും. ആ പ്രഡേറ്റേഴ്സിനെ മറികടക്കാൻ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ക്യാരക്ടേഴ്സ് വേണം. ആ ക്യാരക്ടേഴ്സ് അനുസരിച്ചാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. ഇപ്പോ നമ്മൾ ആ മുമ്പത്തെ കേസിൽ കണ്ട്, ആദ്യത്തെ കേസിൽ ബേർഡ്സ് ട്രീ വൈറ്റ് കളേർഡ് ആയിരുന്നു അല്ലെങ്കിൽ പെയിൽ കളേർഡ് ആയിരുന്നു. അപ്പോ ആ എൻവയൺമെന്റ് അനുസരിച്ചിട്ട് ആർക്ക് ഈസിയറായി സർവൈവ് ചെയ്യാൻ പറ്റി? വൈറ്റ് കളേർഡ് മോത്ത്സ് ആയിരുന്നു. ആ വൈറ്റ് കളർ എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ കാരണം അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അവരെ ആരും കൊല്ലാണ്ടിരിക്കുന്നു, നാച്ചുറലി അവരുടെ നമ്പർ അവിടെ നന്നായിട്ടുണ്ടാവും. അത് മാത്രമല്ല, അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു, മാത്രമല്ല അവരവരുടെ ആ ക്യാരക്ടർ പിൽക്കാലത്തെ ജനറേഷൻസിന് പാസ് ചെയ്തപ്പെടും. അപ്പൊ അങ്ങനെ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പെടണം. ദ ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഹെൽപ്ഫുൾ ട്രേറ്റ്സ് വിൽ ലീവ് മോർ ഓഫ് സ്പ്രിങ്. നേരത്തെ ആ പെപ്പേർഡ് മോത്തിന്റെ എക്സാമ്പിൾ പോലെ അവർ കൂടുതൽ ഓഫ് സ്പ്രിങ് ലീവ് ചെയ്യും ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ ദാൻ ദിയർ പിയേഴ്സ്. ചിന്തിച്ചോ, ബ്ലാക്ക് കളർഡ് മോത്ത്സ് അവരങ്ങനെ ഇതായില്ല, അവർക്ക് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ഇനീഷ്യൽ കേസിൽ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഓഫ് സ്പ്രിങ് ലീവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പെട്ടെന്ന് ചാവായിരുന്നു. കാരണം സിൻസ് ദീസ് ട്രേറ്റ്സ് മേക്ക് ദം മോർ ഇഫക്റ്റീവ് അറ്റ് സർവൈവിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ്. ഈ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഹെറിറ്റബിൾ ആണ്, അതായത് ഓരോ ജനറേഷൻസ് ഇങ്ങനെ പാസ്സായി പോകും. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്. ഇനി ഓവർ ജനറേഷൻസ്, മൂന്നാമത്തെ പോയിന്റ്, ദ പോപ്പുലേഷൻ വിൽ ബിക്കം അഡാപ്റ്റഡ് ടു ഇറ്റ്സ് എൻവയൺമെന്റ്. പിന്നെ ബ്രാക്കറ്റിൽ ആസ് ഇൻഡിവിജ്വൽസ് വിത്ത് ട്രേറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ ദാറ്റ് എൻവയൺമെന്റ് ഹാവ് കൺസിസ്റ്റന്റ്ലി ഗ്രേറ്റർ റീപ്രൊഡക്റ്റീവ്. അപ്പൊ അവർ ആ ഒരു എൻവയൺമെന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും, അവരതിൽ കുറച്ചും കൂടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, കൂടുതൽ ഇൻഡിവിജ്വൽസ് അവർക്ക് ലീവ് ചെയ്യാനും പറ്റും. ഡാർവിന്റെ തിയറി എന്ന് പറയുന്നത്, ഡാർവിനും പിന്നെ ഇത് സ്മിത്സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ വളരെ ഫേമസ് ആയ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അവരുടെ 2 ഫോട്ടോസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ബ്രയാന പോബിനർ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ് ഈ തിയറി പറയുന്നത്, റെഫർ ചെയ്തിട്ടുള്ളത്. ഡാർവിനും മാത്രമല്ല, ഇപ്പൊ ഇവല്യൂഷണറി ബയോളജി പഠിക്കുന്ന പല വ്യക്തികളും ഈ തിയറിനെ ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ലറ്റിക്കോ അല്ലെങ്കിൽ ഒരു മസ്കുലാർ പവറോ അല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കാനുള്ള ശക്തിയോ അതല്ല. റാദർ അവിടെ ജീവിക്കാനും സർവൈവ് ചെയ്യാനും പ്രഡേറ്റേഴ്സിന്റെ പ്രഷറിന് സക്കംബ് ചെയ്യാതിരിക്കാനും മാത്രമല്ല കൂടുതൽ ഇൻഡിവിജ്വൽസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുമാണ്. ആ ഒരു ടേമാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് നാച്ചുറൽ സെലക്ഷന്റെ. നൗ സപ്പോസ് എ മെമ്പർ ഓഫ് സ്പീഷീസ് ഡെവലപ്ഡ് ഫങ്ഷണൽ അഡ്വാൻറ്റേജ്, അതിന്റെ വിങ്സ് വളർന്ന് അത് പറക്കാതാക്കി. അപ്പോ അങ്ങനെ ആവുമ്പോൾ ആ ഒരു ക്യാരക്ടർ അതിന്റെ അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഈ ജീൻസ് എന്ന കൺസെപ്റ്റ്, മൈറ്റോസിസ്, മിയോസിസ്, ക്രോമസോം, അതുപോലെ തന്നെ മെന്റലിന്റെ വർക്ക്, അതൊന്നും ഡാർവിൻ അറിയില്ല. ഇത് എങ്ങനെയാണ് പാസ് ചെയ്തപ്പെടുന്നത്, എന്താണ് പാസ് ചെയ്തപ്പെടുന്നത്, അതിനെ ജീൻസ് ആണ് വിളിക്കുന്നത്, അതൊന്നും അറിയില്ല. എന്തോ പാസ് ചെയ്തപ്പെടുന്നു. അതിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അവരൊക്കെ ചിലപ്പോ ഈ സയന്റിഫിക് കൺസെപ്റ്റിനെ കുറിച്ച് പല ഓൾഡായ ആൾക്കാരും അറിയണമെന്നില്ല. എന്നാലും നമ്മൾ പറയും ഇന്നയാൾ കാണുമ്പോൾ അയാളുടെ അച്ഛന്റെ മാതിരിയാണ്, സ്വഭാവം അച്ഛന്റെ പോലെ, അല്ലെങ്കിൽ സ്കിൻ കളർ അമ്മയുടെ പോലെ. ആ ഒരു ഇത് നമ്മൾ ബേസിക് ഇത് വെച്ച് നമ്മൾ പറയും. അല്ലാണ്ട് അതിന്റെ പിന്നാലെ ജീൻസ് ആണ്, മൈറ്റോസിസ് ഉണ്ട്, മിയോസിസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആയ പ്രോസസിനെ കുറിച്ച് നമുക്ക് അറിയില്ല. സോ ഹിയർ ഓൾസോ ഇങ്ങനെ പാസ് ചെയ്തപ്പെടുന്നു എന്ന് ഡാർവിൻ പറഞ്ഞു. ഈ സ്പീഷീസിന് ഇടയ്ക്കും സുപ്പീരിയർ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഇൻഫീരിയർ മെമ്പേഴ്സ് അവർക്ക് ഈ ഒരു ക്യാരക്ടർ ഇല്ലാത്ത കാരണം അവർ നാച്ചുറലി ഡൈ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ മെമ്പേഴ്സ് അങ്ങനെ അവർക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. സോ നാച്ചുറൽ സെലക്ഷൻ is the preservation of a functional advantage that enables a species to compete better in the wild. Natural selection is the naturalistic and equal to domestic breeding. അതായത് ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗിൽ നമ്മൾ എന്താ ചെയ്യുക? ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗിൽ നമ്മൾ സുപ്പീരിയർ ട്രേറ്റ്സ് നമ്മളായിട്ട് സെലക്ട് ചെയ്യും. ആർട്ടിഫിഷ്യൽ എന്ന ടേമിന് തന്നെ മാൻ മെയ്ഡ് ഇന്റർഫിയറൻസ് ഉണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 വെറൈറ്റീസ് ഓഫ് കൗസ്, ഒന്നിന് നല്ല
രണ്ടിനും നല്ല സുപ്പീരിയർ വെറൈറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് പുതിയൊരു കവ് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ നാച്ചുറൽ സെലക്ഷനിൽ നമ്മളായിട്ടൊന്നും ചെയ്യില്ല, നേച്ചറായിട്ട് സെലക്ട് ചെയ്യും. ആരെ? ആ എൻവയൺമെന്റ്, അത് സുപ്പീരിയർ നമുക്ക് പറയാൻ പറ്റില്ല, ആ എൻവയൺമെന്റിൽ ജീവിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ അവിടെ ജീവിക്കും. അത് മാത്രമല്ല അവർക്ക് നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആ എസ്റ്റാബ്ലിഷ്മെന്റ് കാരണം അവരെ നമ്പർ നന്നായിട്ടുണ്ടാവും, അവരെ പോപ്പുലേഷനും നന്നായി കൂടും. ദേ വിൽ ലീവ് മോർ പ്രോജനി. അപ്പൊ അതാണ് ബേസിക് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷന്റെ. ഡാർവിന്റെ according to Darwin, evolution is brought about by interplay of three principles: variation, heredity, struggle for existence. വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്പീഷീസ് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ പലതരം വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഹെറിഡിറ്റി, എന്തോ ഒരു ഫോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇപ്പൊ ഈ നമ്മുടെ പല ആളുകളും ഇന്നും അന്നൊക്കെ നമ്മൾ പറയും ഇന്നയാൾ അച്ഛന്റെ പോലെയാണ്, അമ്മയുടെ പോലെയാണ്, പല ക്യാരക്ടേഴ്സ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു ഫോഴ്സ് ആണ്. എന്തോ അച്ഛനും അമ്മയെന്നും നമുക്ക് കിട്ടുന്നു എന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് എവല്യൂഷൻ ഡാർവിൻ പറഞ്ഞു. പക്ഷെ എന്താണെന്ന് മുപ്പരാൾക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഈ വേരിയേഷൻസും നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് മൂലം നമുക്കൊരു എൻവയൺമെന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. ദിസ് ഇസ് ദ ബേസിസ് ഓഫ് ഡാർവിനിയൻ എവല്യൂഷൻ. സ്പീഷീസിലേക്ക് വരാം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതിനു മുമ്പ് ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആ വോയേജിന്റെ പിക്ചർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലണ്ടിൽ 1831 സ്റ്റാർട്ട് ചെയ്ത ആ വോയേജ് സൗത്ത് അമേരിക്കയുടെ ചുറ്റും പോയിട്ട് സൗത്ത് അമേരിക്കയുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ ഗാലപാഗോസ് ഐലൻഡ്സ് വിളിച്ചു. നോട്ട് ദ പോയിന്റ്, അത് ഒരു ഐലൻഡ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആയിരുന്നു. അപ്പൊ അവിടെ അവർ വോയേജ് സ്റ്റോപ്പ് ചെയ്തു. നാച്ചുറലി ഇവരുടെ ഈ വോയേജുകാരുടെ ഇത് സയന്റിഫിക് പേർപ്പസ് ആണെന്ന് വലിയ സയന്റിഫിക് ആയൊരു ഇതായിരുന്നില്ല അവരുടെ മെയിൻ പേർപ്പസ്. അന്നത്തെ ഒരു വോയേജ് അനുസരിച്ച് അവർ കുറെ ട്രാവൽ ചെയ്യുന്നു, കൂടുതൽ ലാൻഡുകൾ ഡിസ്കവർ ചെയ്യുന്നു, കൾച്ചർ ഡിസ്കവർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ ഡാർവിൻ ആ ഒരു ഇൻട്രസ്റ്റിനെ പുറത്ത് ഓരോ ലാൻഡിലും ഏതൊക്കെ സ്പീഷീസ് ഉണ്ടെന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കണം. പിന്നെ അവരുടെ ബിഹേവിയറും അങ്ങനെയൊക്കെ. അങ്ങനെ ഡാർവിൻ ഗാലപാഗോസ് ഐലൻഡ്സിൽ എത്തിയപ്പോ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഓരോ ഐലൻഡിലും സിമിലർ ബട്ട് അൺറിലേറ്റഡ് സ്പീഷീസ് ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പിൽക്കാലത്ത് നമ്മൾ വിളിച്ച പേരാണ് ഫിഞ്ചസ് എന്ന്. അതായത് ഓരോ ഐലൻഡ്സിലും ഫിഞ്ചസ് ആണ്, അവർ സിമിലർ ആണ്, പക്ഷെ സെയിം അല്ല. കുറെ എന്താ പറയാ, there were a lot of dissimilarities between them. നമ്മളൊരു രണ്ട് സാധനങ്ങൾ സെയിം ആണെന്നും സിമിലർ ആണെന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ ആയിട്ടും സയന്റിഫിക് ആയിട്ടും ഇംഗ്ലീഷിൽ തന്നെ there is a lot of difference. സെയിം എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി സെയിം, ഐഡന്റിക്കൽ. സിമിലർ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ സെയിം ആണ്, പക്ഷേ കുറെ കാര്യങ്ങൾ ഡിഫറൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഫിഞ്ചസ് അദ്ദേഹം ഈ ഗാലപാഗോസ് ഐലൻഡ്സിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റി. അപ്പൊ അതായത് ഗാലപാഗോസ് പല ഐലൻഡ്സിലും പല ടൈപ്പ് ഫിഞ്ചസ് അദ്ദേഹം കാണാൻ പറ്റി. ഇപ്പൊ ഇതൊരു പിക്ചറാണ്. അതിൽ ആ സ്പീഷീസിന്റെ നെയിം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പല സ്പീഷീസ് ഉണ്ട്. ജിയോസ്പൈസ സ്കാൻഡ്രൻസ്, പിന്നെ ജിയോസ്പൈസ ഡിഫിസിൽ. ചിലതിനൊക്കെ ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ജീനസ് നെയിം സെയിം ആണ്, സ്പീഷീസ് ഡിഫറെന്റ് ആണ്. ഈ ഫിഞ്ചസ് ഒക്കെ അദ്ദേഹം പല ഐലൻഡിൽ നിന്ന് ഒബ്സർവ് ചെയ്തു. അത് മാത്രമല്ല, നിയർ ബൈ മെയിൻലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലും ഒരു മെയിൻ ആയിട്ടൊരു ഫിഞ്ച് ഉണ്ടെന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. മാത്രമല്ല ഈ ഐലൻഡ്സിൽ പലതരം ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ്. അതായത് ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെന്റ് ആണ്, അതുപോലെ അവിടുത്തെ ഹാബിറ്റാറ്റ് ഡിഫറെന്റ് ആണ്. അങ്ങനെ അപ്പൊ അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്തു, ഒരു പക്ഷേ ഈ സൗത്ത് അമേരിക്കന്ന് ഒരു ഫിഞ്ച് അല്ല, ഒരു മെയിൻ ഫിഞ്ച് അതിന്റെ കുറെ ഇൻഡിവിജ്വൽസും കൂടെ ഈ ഐലൻഡ്സിലേക്ക് വന്നതാകാം. ഏത് ഐലൻഡ്സ്? ഗാലപാഗോസ് ഐലൻഡ്സ്. പല ഐലൻഡ്സിലേക്കും വന്നതാകാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പല ഐലൻഡ്സിലേക്ക് വന്നപ്പോൾ ഓരോ ഐലൻഡിലും ആ ഒരു കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പോ ഓരോ ഐലൻഡ്സിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ്. ചിലതില് ഫുഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ചിലതില് ആ ട്രീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ഐലൻഡിലും എസ്റ്റാബ്ലിഷ് ചെയ്തത് അവിടുത്തെ കണ്ടീഷൻസിന് ഏറ്റവും ബെസ്റ്റ് ആയ ഇതാണ്, ഇൻഡിവിജ്വൽസ് ആണ്. ഇത് പക്ഷെ നടക്കുന്നത് ദ സിഗ്നിഫിക്കന്റ് തിങ് ഇസ്, ഇതൊരു 10, 50, 100 വർഷത്തിൽ, ഇത് 1000 മേ ബി മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു പ്രോസസ് ആണ്. എന്നെങ്കിലും ഒരു ഫിഞ്ച് സൗത്ത് അമേരിക്കയിൽ നിന്ന് പോയിട്ട് ഗാലപാഗോസ് ഐലൻഡ്സിലേക്ക് വന്നിട്ടുണ്ടാകാം.
എന്നിട്ട് അവിടുത്തെ കണ്ടീഷൻ, അപ്പോൾ ആരാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓരോ ഐലൻഡിലും എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ഐലൻഡിൽ കണ്ടീഷൻസിന്റെ ബെസ്റ്റ് ആയ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോ അത് മാത്രല്ല, ദോസ് ഇൻഡിവിജ്വൽസ് ലെഫ്റ്റ് മോർ എമൗണ്ട് ഓഫ് പ്രോജനി. പിന്നെ ഈ അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അവര് കുറെ ഇവോൾവ് ചെയ്യാനും തുടങ്ങി. ഒരു സിഗ്നിഫിക്കന്റ് പോയിന്റ് നമ്മൾ അറിയുന്നത്, ഈച്ച് സ്പീഷീസ് ഡെവലപ്സ് ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ്സ് ഓഫ് ദിയർ യുണീക് ഹാബിറ്റാറ്റ്. അതായത് ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ പലതും ഉണ്ട്. അവിടുത്തെ ഗ്രാസസ് ഉണ്ട്, പിന്നെ ട്രീസ് ഉണ്ട്, വാട്ടർ ബോഡി, അങ്ങനെ 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 ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അപ്പോ ആദ്യം ഒരു സ്പീഷീസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരവരുടെ കണ്ടീഷൻസ് ഫേവറബിൾ ആയിരുന്നു, എൻവയൺമെന്റൽ കണ്ടീഷൻസിൽ അവരവരുടെ കുറെ ഇൻഡിവിജ്വൽസ് ലീവ് ഔട്ട് ചെയ്ത് പിൽക്കാലത്ത് അവിടുത്തെ കണ്ടീഷൻസും ഓരോന്നിനനുസരിച്ചിട്ട് അവർ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി, പുതിയ ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്ത് ആ ക്യാരക്ടേഴ്സ് ഓരോ ഇൻഡിവിജ്വൽസിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് അവസാനം കുറേ ആയിരക്കണക്കിന് മില്യൺസും ഇയേഴ്സ് എടുത്തപ്പോൾ അത് പുതിയ ഒരു സ്പീഷീസിന് വഴിയൊരുക്കി. അതാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ഒരു സ്പീഷീസ് വന്നു, പക്ഷെ ബിക്കോസ് ദി കണ്ടീഷൻസ് ഡിഫറെന്റ് സ്പീഷീസ് ഗോട്ട് ഇവോൾവ് ബിക്കോസ് ഓഫ് ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻ ഓൾ ദ ഡിഫറെന്റ് ഐലൻഡ്സ്. അതാണ് ഡാർവിൻസ് ഫിഞ്ചസ് പറയുന്നത്. ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഞാൻ സ്ലൈഡ് പ്രൊലോങ് ചെയ്യുന്ന കാര്യം ഞാനത് ആഡ് ചെയ്തിട്ടില്ല. മറ്റൊരു പ്രോസസ്സാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. ഈ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന്റെ കേസിലും കാർണിവോറസ് ആയതും ഹെർബിവോറസ് ആയതും അങ്ങനെ പല കണ്ടീഷൻസ് ആയിട്ടുള്ള ഇത് നമുക്ക് കാണാം, പ്ലാസന്റൽ മാമൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്പീസിയേഷൻ. ഈ സ്പീസിയേഷൻ എന്ന് പറയുന്ന വളരെ ഒരു ഇമ്പോർട്ടന്റ് പ്രോസസ്സിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്പീസിയേഷൻ? സ്പീസിയേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സെറ്റ് ഓഫ് സ്പീഷീസ് ത്രൂ ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് ഡാർവിൻ ഒരു ബ്രീഫ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ സ്പീസിയേഷൻ വരണമെങ്കിൽ, now the process of splitting of genetically homologous population into two or more populations undergo genetic differentiation and eventual reproductive isolation. അപ്പൊ എങ്ങനെയാണ് ഒരു പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നത്? ആ ഒരു പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീസിയേഷൻ. അഗൈൻ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഇറ്റ് occurs in two ways. Transformation of old species into new species over time. ഒരു സിംഗിൾ സ്പീഷീസ് സെവറൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഓരോന്നും അതിൻ്റെതായതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഹൺഡ്രഡ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നോ ഒരു കാലത്ത്. ഇപ്പോ വേറൊരു സിഗ്നിഫിക്കന്റ് എക്സാമ്പിൾ ആണ്, നമ്മൾ അറിയാം ഈ കോണ്ടിനെന്റൽ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും ഒരു തിയറി ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫുൾ ഒരു ലാൻഡ് മാസ് ആയിരുന്നു പാൻജിയ, പിന്നെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഉണ്ടായി, അങ്ങനെ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, അങ്ങനെയൊക്കെ ഓരോന്നുണ്ടായി. അപ്പോ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് മുമ്പ് ഉണ്ടായിരുന്ന പല ഇവോൾവ് ചെയ്ത പല സ്പീഷീസും പിന്നെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് കഴിഞ്ഞിട്ട് പല സ്പീഷീസും അവിടെ നമുക്ക് എവല്യൂഷൻ നന്നായി കാണാൻ പറ്റും. അപ്പോ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്താ നടന്നത്? മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു ഇതാണ്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. അലോപാട്രിക് സ്പീസിയേഷൻ. അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് വെച്ചാൽ ബേസിക് ഒരു ആദ്യ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ഒരു തരം ജോഗ്രഫിക്കൽ ബാരിയർ, ഫിസിക്കൽ ജോഗ്രഫിക്കൽ ബാരിയർ ഡെവലപ്പ് ചെയ്ത്, ആ ഫിസിക്കൽ ജോഗ്രഫിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ എന്തും ആവാം, വല്ല മൗണ്ടൻസോ അല്ലെങ്കിൽ വല്ല വാട്ടർ ബോഡിയോ അങ്ങനെ വല്ലതും. നമ്മൾ ഈ ഡാർവിൻസ് ഫിഞ്ചസിന്റെ ഇത് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഡാർവിൻസ് ഫിഞ്ചസിന്റെ ഓരോ ഐലൻഡ്സും തമ്മിൽ വാട്ടർ ബോഡിയുടെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഐലൻഡിൽ തന്നെ നിന്നിട്ട് അവർ ആ ഐലൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത്, പിന്നെ ഇന്റർബ്രീഡിംഗ് ഒന്നും ഇല്ലാത്ത കാരണം അവർ അവരുടെ ആ ഒരു പുതിയ സ്പീഷീസിലേക്ക് തന്നെ വഴി കൊടുത്തു. അപ്പോ ദാറ്റ് ഈസ് വാട്ട് അലോപാട്രിക് സ്പീസിയേഷൻ മീൻസ്. ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഒരു ജോഗ്രഫിക്കൽ ബാരിയർ കാരണം കുറെ വർഷങ്ങളാൽ പുതിയൊരു സ്പീഷീസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ്. ലാസ്റ്റത്തെ ലൈൻ പറഞ്ഞ പോലെ ക്ലാസിക് എക്സാമ്പിൾ ഇസ് ഡാർവിൻസ് ഫിഞ്ചസ്. Each isolated population starts to adapt to their separated environments while accumulating differences and evolving independent new species. Darwin's finchesന്റെ സെയിം സാധനം ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്യുന്നില്ല. മറ്റൊരു ഇത് സിംപാട്രിക് സ്പീസിയേഷൻ ആണ്. സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് ജോഗ്രഫിക്കലായ ബൗണ്ടറീസ് ഇല്ല. ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാൻഡ് മാസിനുള്ളിൽ തന്നെ ഒരു സ്പീഷീസിന് ഇടയ്ക്ക് മറ്റൊരു സ്പീഷീസ് വരുന്നു. ആ ഒരു പ്രോസസ് ആണ് സിംപാട്രിക് സ്പീസിയേഷൻ. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ഫിനോമിനൻ ഒറിജിനൽ പോപ്പുലേഷൻ ദാറ്റ് ആർ നോട്ട്. അപ്പൊ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിക്കൽ ബാരിയർ ഒന്നുമില്ല ഇവിടെ.
It is based on the establishment of new populations of species in different ecological niches and the reproductive isolation of founders of the new population from the individuals of the source population. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കാലങ്ങളായിട്ട് ഈ മാഗറ്റ്സ് എന്ന് പറയുന്നത് അവരവരുടെ എഗ്സ് ലേ ചെയ്തിരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആപ്പിൾ ആണ്, ഹോത്തോൺസ് പറഞ്ഞിട്ട്. ഈ അതിലായിരുന്ന ഈ എഗ്സ് നറിഷ് ചെയ്തു, പിന്നെ അതിലിനെ വളരുന്നു. പിന്നെ ഈ ആപ്പിള് ട്രീയിൽ നിന്ന് വീണ് ഗ്രൗണ്ടിലേക്ക് ഇതാവുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഇൻഡിവിജ്വൽസ് അവർ ഡെവലപ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഫ്ലൈസ് ആയിട്ട് മാറും. പക്ഷെ പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ വേറെ കുറെ ആപ്പിൾസും നോർത്ത് അമേരിക്കയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായി. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഹോത്തോൺ ആപ്പിൾ മാത്രമല്ല, രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫ്ലൈസ് അവിടെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരെണ്ണം ഹോത്തോൺ ആപ്പിളിൽ ഫീഡ് ചെയ്യണതും ഒരെണ്ണം മറ്റുള്ള ആപ്പിൾസ് ഫീഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ഒരു ബാരിയർ ആണ് വരുന്നത്, ഒരു ആപ്പിൾസിന് ഇൻട്രൊഡക്ഷൻ പോലെ. അല്ലാണ്ട് ഒരു ജോഗ്രഫിക്കൽ ബാരിയർ ഐസൊലേഷൻ അതൊന്നും ഇവിടെ വരുന്നില്ല. So as a result, gene flow between parts of the population that mate on different types of fruit is reduced, and in fewer than 200 years some genetic differences between these two groups of flies have evolved. Again, ഇത് കുറേ കാലങ്ങളായിട്ടുണ്ടാവുക. എന്നോ ഒരു ഇതിൽ നമ്മൾ ആപ്പിൾസ് നോർത്ത് അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുമൂലം ഹോത്തോൺ ആപ്പിൾസിന് മാത്രമല്ല, പിന്നെ മറ്റേ തരം ആപ്പിൾസിനും ഫീഡ് ചെയ്യണം മെഗറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് കാലങ്ങളോളം ഇങ്ങനെ സംഭവിച്ച് പിന്നെ അവർ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുതിയ സ്പീഷീസ് ആയിട്ട് മാറി. അതാണ് സിംപാട്രിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രാം. ഒറിജിനൽ ഫൗണ്ടർ പോപ്പുലേഷൻ, ഒരു ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൻ ഫിസിക്കൽ ജോഗ്രഫിക്കൽ ബാരിയർ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവർ സ്പ്ലിറ്റ് ആയി. പിന്നെ അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാനുള്ള ഒരു അവസരം വന്നില്ല. അതുകൊണ്ട് രണ്ടും നമുക്ക് പറയാം സിമിലർ ബട്ട് അൺറിലേറ്റഡ് ആയ സ്പീഷീസ് ആയിട്ട് അവർ ഇവോൾവ് ആയി. ഇതിന്റെ കേസ് തന്നെ ഇപ്പൊ ഗ്രാൻഡ് കാനിയോൺ അമേരിക്കയിൽ ഒരു ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സൈറ്റ് ആണ്. ഈ ഗ്രാൻഡ് കാനിയോൺ വന്ന് കഴിഞ്ഞതിന് ശേഷം എവല്യൂഷൻ വന്നു പറയേണ്ട. അതായത് ആദ്യം അവിടെ എല്ലായിടത്തും സ്ക്വിറൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് കാനിയോൺ വന്നപ്പോ ഇവിടെ നിന്നുള്ള എന്താ പറയുക, ഇത്തരം വലിയൊരു ട്രെഞ്ച് പോലെ നമുക്ക് പറയാം. ഗ്രാൻഡ് കാനിയോന്റെ ഫോട്ടോ നോക്കിയാൽ മതി നെറ്റിൽ. USA-ലാണ്, എനിക്ക് തോന്നുന്നു അരിസോണ സ്റ്റേറ്റിലാണ് ഈ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാൻഡ് കാനിയോൺ വന്നപ്പോ ഇപ്പുറത്തുള്ള സ്ക്വിറൽസിന് അപ്പുറത്ത് പോകാൻ പറ്റാൻ ഒരു അവസരം കിട്ടാതെ ആയി. സോ വാട്ട് ഹാപ്പൻഡ്, ആ ഒരു ബാരിയർ അവർ സെപ്പറേറ്റ് ചെയ്ത് പിൽക്കാലത്ത് ആ ഒരു ഓരോ സ്ക്വിറൽസും അവരുടേതായ കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്ത് പുതിയ സ്പീഷീസിന് വഴിയൊരുക്കി. സിംപാട്രിക് സ്പീസിയേഷൻ അങ്ങനല്ല, ഒരു എക്സിസ്റ്റിംഗ് ആയ പോപ്പുലേഷനിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ചേഞ്ചോ കണ്ടീഷൻസ് ഇൻട്രൊഡക്ഷൻ മൂലം വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ ആണ്. പെപ്പേർഡ് മൗത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ഡാർവിൻസ് ഫിഞ്ചസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. ദീസ് ആർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡാർവിൻസ് ഫിഞ്ചസ്. അഗൈൻ ഈ ഡാർവിൻസ് ഫിഞ്ചസിൽ മെയിൻ ആയിട്ട് അവരെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരെ ബീക്ക് സൈസ്, അതുപോലെ തന്നെ ബീക്കിന്റെ ഷേപ്പ്, ക്ലോസിന്റെ സൈസ്, അതൊക്കെ ആ ഒരു കണ്ടീഷൻസ് മൂലമാണ്. ഇത് അലോപാട്രിക് സ്പീസിയേഷൻ എക്സാമ്പിൾ ആട്ടോ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഹാവ്. ഇപ്പോ ഇവിടെ ഈ ഒരു പൈ ചാർട്ടിൽ കാണാം, ബഡ് ഈറ്റേഴ്സ് ഉണ്ട്, ഇൻസെക്ട് ഈറ്റേഴ്സ് ഉണ്ട്, കാക്ടസ് ഈറ്റേഴ്സ് ഉണ്ട്, സീഡ് ഈറ്റേഴ്സ് ഉണ്ട്. കാലങ്ങളോളം ഇത് കണ്ടിന്യൂ ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻഡ്, ആ ഒരു പലവിധ പുതിയ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത ഫീച്ചേഴ്സ് അവർ പുതിയ പോപ്പുലേഷൻസിലേക്ക് പാസ് ചെയ്ത് കാലങ്ങളോളം ഒരു പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്തു വന്നു. അങ്ങനെയാണ് നമുക്ക് ഈ പല സ്പീഷീസും കിട്ടിയിട്ടുള്ളത് അക്കോർഡിംഗ് ടു ഡാർവിൻ. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ഡാർവീനിയൻ ആൻഡ് ലെമാർക്കിയൻ എവല്യൂഷൻ. ഇന്നലെ ആമിന എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ലെമാർക്കിയൻ എവല്യൂഷൻ എന്താണ്, ലെമാർക്കിയൻ എവല്യൂഷന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന് ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം ജിറാഫാണ്. ലെമാർക്കിന്റെ ഇതനുസരിച്ചിട്ട് ഈ ജിറാഫ്സിന് ഫുഡ് കഴിക്കണമെങ്കിൽ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ they just try to jump higher and eat those leaves. അങ്ങനെ അത് കാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നെക്സിനൊക്കെ നല്ല ഇലോങ്ങേഷൻ വരുന്നു. അങ്ങനെ ആ ഒരു ഇതിലാണ് നമുക്ക് ജിറാഫ്സ് ഡെവലപ്പ് ചെയ്യുന്നത് പറയും. പക്ഷെ ഡാർവിന്റെ വ്യൂ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഡാർവിൻ പറഞ്ഞത് നമുക്ക് പലതരം ജിറാഫ്സ് ഒരുപക്ഷെ അവിടെ ഉണ്ടാവും. ലോങ് നെക്ക് ജിറാഫ്സ് ഉണ്ടാവും, ഷോർട്ട് നെക്ക് ജിറാഫ്സ് ഉണ്ടാവും. പക്ഷേ നാച്ചുറൽ സെലക്ഷൻ വിൽ ഫേവർ ദോസ് വിത്ത് ലോങ്ങർ നെക്സ്. എന്നിട്ട് എന്ത് ചെയ്യും, അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർക്കപ്പോ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി
നമുക്ക് ഫുഡ് കിട്ടണം, നമുക്ക് നമ്മുടെ ബേസ് ഫുഡാണ് മെയിൻ. ഫുഡ് കിട്ടണമെങ്കിൽ വി ക്യാൻ സർവൈവ് അവർസെൽസ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ലോങ്ങർ നെക്കുള്ള ജിറാഫ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കാരണം അവർക്ക് ഈസി ആയിട്ട് ഫുഡ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഷോർട്ടർ നെക്കുള്ള ജിറാഫ്സിന് ഈസി ആയിട്ട് ഫുഡ് കിട്ടുന്നില്ല. ലോങ്ങർ നെക്കുള്ള ജിറാഫ്സ് ഈസി ആയിട്ട് ഫുഡ് കിട്ടുന്നു, അവര് അവര് ഈ ഫുഡ് കഴിച്ച് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ആ ഏരിയയിൽ, അവര് പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിൽക്കാലത്ത് അവര് കൂടുതൽ ഓഫ് സ്പ്രിങ് ലീവ് ചെയ്യുന്നു. ഇതാണ് ഡാർവിന്റെ വ്യൂ. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലമാർക്കിയൻ ആൻഡ് ഡാർവിനിയൻ ഐഡിയസ് ഇസ് ദാറ്റ് ജിറാഫ് സ്ട്രെച്ച് ചെയ്ത് ഒരു അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക് ഒരു ക്യാരക്ടർ അക്വയർ ചെയ്യാൻ നോക്കുക എന്നല്ല. ആ ഒരു നാച്ചുറൽ സെലക്ഷന്റെ ബേസിസിൽ ആർക്കാണോ ക്യാരക്ടേഴ്സ് ഉള്ളത് അവരാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നാണ് ഡാർവിൻ പറയുന്നത്. പക്ഷെ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടർ കുറെ കാലം കൊണ്ട് അക്വയർ ചെയ്യാന്നല്ല, whoever has a set of acquired characters will survive and will pass on that to the progeny. അതാണ് ഡാർവിൻ പറഞ്ഞത്. പക്ഷെ അഗൈൻ ഡാർവിനിയൻ എവല്യൂഷന് പല ഡ്രോബാക്സ് ഉണ്ട്. ഈ ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് ഡാർവിന്റെ ഒരു കുറ്റമാണ് എന്ന് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സയൻസ് അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സയന്റിഫിക് ഡേറ്റ അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഓരോ സയന്റിസ്റ്റും പ്രപ്പോസ് ചെയ്യണമെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും പല ഷോർട്ട് കമ്മിങ്സും ഉണ്ടാവാം. ഒരു കാര്യം തന്നെ വരുമ്പോൾ അവർക്ക് ചില മിസ്റ്റേക്സ് ആണ്. ഇപ്പൊ അരിസ്റ്റോട്ടിൽ നമ്മൾ അറിയാം, ഒരു ഫിലോസഫർ ആണ്, സയൻസിൽ ഒരു വലിയൊരു പുള്ളിയാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് അരിസ്റ്റോട്ടിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയ ഒരാളല്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ സമയത്ത് ആ ഡേറ്റ കുറവായിരുന്നു, ഇൻഫർമേഷൻ കുറവായിരുന്നു, ഫെസിലിറ്റീസും കുറവായിരുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചത്. മെക്കാനിസം ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. ഇപ്പോ ഇദ്ദേഹത്തിന് ഇവിടെയാണ് ഒരു പിഴവ് പറ്റിയത്. ഹി സെഡ് ദാറ്റ് എവറി സെൽ ഓർ ഓർഗൻ പ്രൊഡ്യൂസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് പാൻജീൻസ്, ആൻഡ് അത് എങ്ങനെ ബ്ലഡിലൂടെ പോയി ഗമേറ്റ്സിലേക്ക് എത്തും. പക്ഷെ ഇത് നമുക്കറിയാം അത് കറക്റ്റ് അല്ല, ആൻഡ് ദാറ്റ് തിയറി വാസ് നോട്ട് അക്സെപ്റ്റഡ്. പിന്നെ നാച്ചുറൽ സെലക്ഷൻ മൂലം യൂസ്ഫുൾ ഓർഗൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുള്ളൂ. എങ്കിൽ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ ഒരു കേസ് എങ്ങനെ വരുന്നു, എന്തുകൊണ്ടാ വെസ്റ്റീജിയൽ ഓർഗൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു, അത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോഴ്സ് ഓഫ് വേരിയേഷൻസ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. പിന്നെ ജെർമിനൽ വേരിയേഷൻസ്, സൊമാറ്റിക് വേരിയേഷൻസ്, അതൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറെ കേസിൽ ഇന്റർമീഡിയറ്റ് ഫോംസ് ഒക്കെ വരും. ഇപ്പൊ ന്യൂ സ്പീഷീസ് ആർ ഫോം ബൈ ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് യൂസ്ഫുൾ വേരിയേഷൻസ്. ഞാൻ നേരത്തെ കുറെ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഇന്റർമീഡിയറ്റ് ഫോംസ് ഉണ്ടാവില്ല. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫോംസ് എങ്ങനെയാണ്, എന്തുകൊണ്ട്, അതൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഡാർവിന് ശേഷം, ഡാർവിൻ ഈ കുറെ ചെയ്തിരുന്നത് 19th സെഞ്ചുറിയിലാണ്, അതായത് 1830s 1840s ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെന്റലിന്റെ ഇത് കിട്ടുന്നത്. മെന്റലിന്റെ ഒരു ക്യാരക്ടർ, ദാറ്റ്സ് വെയർ വി കം ടു ന്യൂ ഡാർവിനിസം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ മെന്റൽ അവിടെ വരുന്നു, മെന്റലിന്റെ മാത്തമാറ്റിക്കൽ ഇൻട്രൊഡക്ഷൻ വരുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീൻസ്, ഒരു മെന്റൽ അതിന് ജീൻസ് എന്ന് വിളിച്ചിട്ടില്ല, ജീൻസ് എന്ന് വിളിച്ചത് 1909 ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്. പക്ഷെ മെന്റൽ പറഞ്ഞു സം ഫാക്ടേഴ്സ് വർ ബീങ് പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു ലാക്ക് ഓഫ് തിയറികളും ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ് ഡാർവിന്റെ പല തിയറികൾക്കും ഒരു പിഴവുണ്ടായത്. അത് പക്ഷെ പിന്നീട് പല സയന്റിഫിക് ഡിസ്കവറീസിൽ കവറപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് നിയോ ഡാർവിനിസം വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡാർവിൻ എന്ന് പറയുന്നത് എവല്യൂഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ട്രൂ, അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ പല ഡ്രോബാക്സും ഉണ്ട്, പല ക്രിറ്റിസിസം ഉണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു മോശമായ സയന്റിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നും അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നല്ല റിസർച്ചസും ഡിബേറ്റ്സും ഡിസ്കഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു പുതിയ ഇത് വരുന്നത്. കാരണം പിൽക്കാലത്ത് മ്യൂട്ടേഷൻ, വേരിയേഷൻ, ഹെറിഡിറ്റി, ഐസൊലേഷൻ, ഇപ്പൊ നമുക്കറിയാം ക്രോമസോമൽ ഡിസ്കവറി ഉണ്ടായി, ജീൻസ് എന്ന് പറഞ്ഞ ഡിസ്കവറി ഉണ്ടായി. പിന്നെ മ്യൂട്ടേഷൻ എങ്ങനെ, മൈറ്റോസിസ് എങ്ങനെ, മിയോസിസ് എങ്ങനെ, അതെങ്ങനെ നടക്കുന്നു, അതുപോലെ സട്ടൺ, ബോവറി, വോൾട്ടർ ഫ്ലെമിംഗ്, പിന്നീട് പിൽക്കാലത്ത് DNA സ്ട്രക്ചർ, അതൊക്കെ ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് സയൻസ് ഇവോൾവ് ചെയ്ത ആ ഒരു ഡിസ്കവറീസ് ആണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ പുതിയതായിട്ട് ഇതൊക്കെ വന്നിട്ടും ഡാർവിനിസം ഒരാളും ഡിസ്കാർഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയതായിട്ട് സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഫീൽഡാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. കാരണം സയൻസിന്റെ ഒരു ബ്യൂട്ടി അതാണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇവോൾവിങ്. ചിലപ്പോ
നമ്മൾ ചില പല പഴയതായ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും, പഴയതായ കാര്യങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓവർ ഹിയർ. അതാണ് മോഡേൺ എവല്യൂഷനിസം, ദിസ് ഓൾസോ കോൾഡ് നിയോ ഡാർവിനിസം മീൻസ്. അപ്പോ ഒരു 100 വർഷം മുമ്പാണ് ചാൾസ് ഡാർവിൻ മരിച്ചത്. പക്ഷെ എവല്യൂഷനിലുള്ള റിസർച്ചസ് അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ജീൻസ് അതിലുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോ അതാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സയന്റിസ്റ്റ് ഓഫ് ദ 19th സെഞ്ചുറി ആൻഡ് ഈവൻ ടുഡേ. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ പ്രസന്റേഷൻ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഡാർവിനിസം എക്സാമിനേഷന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പയർ ഡാർവിനിസം ആൻഡ് ലാമാർക്കിസം, അതിൻ്റെ ഡിഫറൻസ്, ഡാർവിനിസം മാത്രമായിട്ട് അതിൻ്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാം. അതൊരു ഭാഗം. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും എവല്യൂഷൻ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന്. പിന്നെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, നന്നായിട്ട് ജിയാദ് പ്രസന്റ് ചെയ്തു അതിൻ്റെ ഹിസ്റ്ററി, പ്രത്യേകിച്ച് ഡാർവിൻ്റെ യാത്രയുടെ ഡീറ്റെയിൽസ് വളരെ വളരെ ക്ലിയർ ആയിട്ട് പിക്ചർ ഉൾപ്പെടെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. മറ്റ് പോയിന്റ്സും പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല, ഞാൻ അതിന് ഒന്നുകൂടെ കുറച്ച് വ്യത്യസ്തമായ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഡാർവിൻ ഈ എവല്യൂഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ എവല്യൂഷൻ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ സയൻസിലേക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അതീവ പ്രാധാന്യം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ജനറ്റിക്സിനെ പറ്റി, ബേസിക് ആയിട്ടുള്ള ജനറ്റിക് പ്രിൻസിപ്പിൾസിനെ പറ്റി യാതൊരു ധാരണയുമില്ലാതെ തന്നെ അദ്ദേഹം ചാൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, ചാൻസ് ഓഫ് റീകമ്പൈനിങ് ക്യാരക്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് എത്രയോ ശേഷമാണ് അലീൽസ് എന്ന കോൺസെപ്റ്റ് വരുന്നത്, ക്രോമസോംസ് എന്ന കോൺസെപ്റ്റ് വരുന്നത്, റീകോമ്പിനേഷന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. റീകോമ്പിനേഷൻ 2 തരത്തിലാണ് സംഭവിക്കുക. ഒന്ന്, ക്രോസിംഗ് ഓവറിന്റെ സമയത്ത് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ നടക്കുന്ന റീകോമ്പിനേഷൻ. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത്, സെക്ഷൽ ഫ്യൂഷന്റെ സമയത്ത് ഗമീറ്റ്സ് റാൻഡമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന റീകോമ്പിനേഷൻ. ഈ 2 തരത്തിലാണ് റീകോമ്പിനേഷൻ സംഭവിക്കുക. ഈ 2 റീകോമ്പിനേഷനെ പറ്റിയും യാതൊരുവിധ ധാരണയും ഇല്ലാതെ തന്നെ ഡാർവിൻ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യപ്പെടുന്നതിനെ പറ്റി, ക്യാരക്ടേഴ്സിന്റെ ന്യൂ കോമ്പിനേഷൻസ് അറൈസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ജിയാദ് പറഞ്ഞു അദ്ദേഹത്തിന്റെ റീപ്രൊഡക്ഷനുമായിട്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാരക്ടർ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറി മുഴുവൻ അബദ്ധമായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ധാരണ അതേപ്പറ്റി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് മുഴുവൻ, അദ്ദേഹം പറഞ്ഞു വെച്ച ഹൈപ്പോത്തസിസ് മുഴുവൻ തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോഴും അവശേഷിച്ചൊരു കാര്യമുണ്ട്, ദർ ഈസ് റീകോമ്പിനേഷൻ, ദർ ഈസ് ചാൻസ് ഫോർ റീകോമ്പിനേഷൻ എന്നുള്ളത്. ആൻഡ് ദിസ് റീകോമ്പിനേഷൻ ഇൻ എ ലാർജ് പോപ്പുലേഷൻ, ദിസ് റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് അറ്റ് റാൻഡം എന്നൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനി ഈ റീകോമ്പിനേഷന്റെ ചാൻസ് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് അദ്ദേഹം സെലക്ഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോയത്. ഓർക്കുക, സെലക്ഷൻ എന്ന് പറയുന്നത് റാൻഡം റീകോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റുള്ള, നേരെ വിരുദ്ധമായ കാര്യം. റാൻഡം റീകോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ഹാർഡി-വൈറ്റ്മെർക്ക് ലോ പറഞ്ഞതുപോലെ ജീൻ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയി നിൽക്കത്തേ ഉള്ളൂ. എന്നാൽ സെലക്ഷൻ വരുന്നതോടുകൂടി ഈ ഇക്വിലിബ്രിയത്തിന് തടസ്സമുണ്ടാവും. ഈ ഇക്വിലിബ്രിയം ഇംബാലൻസ്ഡ് ആവും. ഇംബാലൻസ്ഡ് ആയ ഇക്വിലിബ്രിയത്തിൽ ആ പ്രഷറിന്റെ ഇമ്പാക്റ്റ് കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ പ്രഷറിന്റെ പ്രസൻസിൽ തന്നെ പുതിയൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ സിസ്റ്റം ശ്രമിക്കുകയും അത് എവല്യൂഷന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മോഡേൺ സിന്തറ്റിക് തിയറിയിൽ അല്ലെങ്കിൽ ലേറ്റർ എക്സ്പ്ലനേഷൻസ് എവല്യൂഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഇംബാലൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇംബാലൻസിന് കാരണം എന്ത് എന്ന ചോദ്യത്തിനാണ് സെലക്ഷൻ എന്ന വളരെ കൃത്യമായ ആൻസർ അദ്ദേഹം പറഞ്ഞത്. ആ സെലക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ
നടന്നാൽ മാത്രമേ നാച്ചുറൽ എവല്യൂഷൻ സംഭവിക്കൂ എന്ന വളരെ ആധുനികമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഈ റീകോമ്പിനേഷന്റെ മെക്കാനിസം പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് പറഞ്ഞു വച്ചിരുന്നു. പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, പ്രോബബിലിറ്റിയാണ് ഈ റീകോമ്പിനേഷനെ സ്വാധീനിക്കുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് ജനറ്റിക്സിനെ പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഡാർവിൻ പറഞ്ഞു വെച്ചു. എന്നാൽ ഇദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ 1850 മുതൽ 1900, 1885, 90 വരെയുള്ള ആ കാലഘട്ടത്തിൽ, ഞാൻ പലപ്പോഴും നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു 50 വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ വിപുലമായ മുന്നേറ്റങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും ഇത്രമാത്രം പ്രാധാന്യമുള്ളതാക്കി തീർത്തത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ. ലോകത്ത് മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, ഇതുപോലെ സയൻസിന്റെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ മേഖലയിൽ, എല്ലാ സയൻസിന്റെ മേഖലയിലും ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായി. അക്കൂട്ടത്തിലാണ് ഡാർവിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഗ്രിഗർ മെന്റൽ വളരെ വ്യക്തമായി എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം ഈ റാൻഡം റീകോമ്പിനേഷൻ എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ പല പുസ്തകങ്ങളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് തിയറീസ് പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായി നമുക്ക് ധാരണയില്ല. കാര്യം നമുക്കറിയാം, മെന്റൽ മരിച്ച് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മെന്റലിസത്തിന്റെ റീഡിസ്കവറി സംഭവിക്കുന്നത്. 1905 അത് സംഭവിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ മെന്റൽ അദ്ദേഹത്തിന്റെ തിയറി പ്രപ്പോസ് ചെയ്യുന്ന കാലഘട്ടമാണ് ഈ ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസും ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മെന്റലിന്റെ തിയറിയെ പറ്റി ആരും ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ ഡാർവിന്റെ തിയറിയെ പറ്റി ഒരുപക്ഷെ വ്യക്തമായ ധാരണ ഇല്ലാതെ തന്നെ ആവശ്യത്തിലധികം ചർച്ച നടക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഇത് എന്താണ് ഈ കാര്യം, എന്താണ് ഈ ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയാതെ, എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ ചില എക്സാമ്പിൾസ് തൻ്റെ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി അദ്ദേഹം കൂടുതൽ ഈ ഒറിജിനൽ സ്പീഷീസ് എന്ന് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ പുസ്തകമാണ്. പ്രിന്റ് ചെയ്ത് പിറ്റേന്ന് വിറ്റ് തീർന്ന ഒരു പുസ്തകമാണ്. പല കോപ്പികൾ ഒരു മാസം തന്നെ അടിച്ച് ഷെയർ കൊടുക്കേണ്ടി വന്ന ബുക്കാണ്. അപ്പോൾ അത്ര ആളുകൾക്ക് വായിക്കാൻ പറ്റിയ, രസം പിടിച്ച് വായിക്കാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് സയന്റിഫിക് ഉൾക്കാഴ്ചയുള്ള ഒരു ബുക്കായിരുന്നു. ഈ രസം പിടിച്ച് വായിക്കാൻ പറ്റുന്നതിന് കാരണം പ്രധാനമായിട്ടുള്ളത് ഡാർവിൻ പറഞ്ഞു വെച്ച ഉദാഹരണങ്ങളായിരുന്നു. ആ ഉദാഹരണങ്ങൾ മനോഹരമായ ഭാഷയായിരുന്നു. അത് മനുഷ്യനെ ഏതു തരത്തിലും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി മാറ്റി. എത്ര അറിവ് കുറവുള്ള ആൾക്കും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാക്കി മാറ്റി. പലതരത്തിലുള്ള വിശദീകരണങ്ങൾ അതേപ്പറ്റി വന്നു. അത് പലതും ലോകം മുഴുവൻ ചർച്ച ചെയ്തു. അതിൻ്റെ ബേസിക് സയൻസ് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, ഈ ബുക്കിന്റെ ബേസിസിൽ മറ്റു കാര്യങ്ങൾ വ്യാഖ്യാനിച്ചാൽ അതൊക്കെ എങ്ങനെയായി തീരും എന്നതാണ് മനുഷ്യർ ചിന്തിച്ചത്, അന്നത്തെ ആളുകൾ ചിന്തിച്ചത്. ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നില്ല അന്ന് ചർച്ച കൂടുതലും. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഡാർവിന്റെ ബുക്കിനെ പറ്റി ഇത്രയേറെ ചർച്ച നടക്കുന്ന സമയത്ത് മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് ആരും ശ്രദ്ധിക്കാതെ പോയി. ഒരുപക്ഷെ പല പുസ്തകങ്ങളിലും, ഞാൻ നേരത്തെ ക്ലാസ് പറഞ്ഞതുപോലെ പല പുസ്തകങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. മെന്റൽ ഡാർവിനെ പറ്റി കേട്ടിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും. ഒരു നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇത്ര താല്പര്യമുള്ള ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ മെന്റൽ തീർച്ചയായിട്ടും ഡാർവിനെ പറ്റി കേട്ടിട്ടുണ്ടാവണം. അപ്പൊ ഡാർവിന്റെ പ്രിൻസിപ്പിൾസിന് ഈ ഗ്രിഗർ മെന്റലിന്റെ സ്വന്തം തിയറി ഉപോത്ബലകമാണ്, അക്സെപ്റ്റബിൾ ആണ്, വേരിയേഷൻസ് ഉണ്ടാകുന്നു അടുത്ത ജനറേഷനിൽ, അങ്ങനെയാണെങ്കിൽ ആ വേരിയേഷൻ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടാൽ പുതിയൊരു വെറൈറ്റിയിലേക്ക് പോവാം എന്ന കോൺസെപ്റ്റ് എന്തുകൊണ്ട് മെന്റൽ മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മെന്റൽ ഒരു മങ്ക് ആയിരുന്നു. മങ്ക് എന്ന് വെച്ചാൽ ഒരു പുരോഹിതനായിരുന്നു. തിരിച്ച് ഡാർവിൻ ഈ പ്രിൻസിപ്പിൾസിനെ പറ്റി, മെന്റലിന്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി അറിഞ്ഞിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അതറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിനെ പറ്റി, അല്ലെങ്കിൽ റീസൺ ഫോർ ഇൻഹെറിറ്റൻസ്, കോസ് ഫോർ ഇൻഹെറിറ്റൻസ്, മെക്കാനിസം ഓഫ് ഇൻഹെറിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടെ ഉൾക്കാഴ്ചയോടെ അദ്ദേഹത്തിന്റെ തിയറി വിശദീകരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ പലതും അന്നേ മറുപടി കിട്ടുമായിരുന്നു. ഈ രണ്ട് തിയറീസും, രണ്ട് പ്രമുഖരായ ശാസ്ത്രജ്ഞരുടെ തങ്ങളുടെ ബുദ്ധിയിൽ മാത്രം വിരിഞ്ഞ കുറെ ഐഡിയാസ്, നേരത്തെയുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ പോലും അതിനെ റിഫൈൻ ചെയ്ത് അവതരിപ്പിക്കാൻ ഇവർ രണ്ടും അതുപോലെ തന്നെയാണ് വാലാസിന്റെ എക്സ്പെരിമെന്റ്. വാലാസിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ട് പോയിന്റ് ഓർക്കേണ്ടത്,
ഡാർവിൻ്റെ പ്രിൻസിപ്പിൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പീഷിയേഷനാണ്. അത് ഓർക്കണം. എങ്ങനെ സ്പീസീസ് ഉണ്ടാവുന്നു, സ്പീഷീസിനെ പറ്റി നേരത്തെ ധാരണയുണ്ട്. 1700-കളിൽ തന്നെ ലിന്നേയസ് സ്പീഷീസിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ലിന്നേയസ് സ്പീഷീസിനെ ഡിഫൈൻ ചെയ്തത് മോർഫോളജിയുടെ അടിസ്ഥാനത്തിലാണ്. മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് കോൺസെപ്റ്റാണ് ലിന്നേയസ് പ്രപ്പോസ് ചെയ്തതും അത് കഴിഞ്ഞ് വന്ന എല്ലാ നാച്ചുറൽ ഹിസ്റ്റോറിയൻസും പ്രപ്പോസ് ചെയ്തതും ടാക്സോണമി എന്ന് പറയുന്നത് തന്നെ ഈ സ്പീഷീസ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തതെല്ലാം ഈ ലിന്നേയൻ സ്പീഷീസ് കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് അത് എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി, ഒരു സ്റ്റെപ്പായി അവതരിപ്പിച്ചത് ഡാർവിനായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ തിയറികളിൽ ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ കോൺസെപ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അല്ലാതെ ബുക്കിന്റെ പേര് തന്നെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്പീഷീസ് ആണ്. അപ്പൊ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ പ്രസക്തമായി തീരുന്നത് എന്താന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് തീരുന്നതെന്ന് വെച്ചാൽ ഈ സ്പീഷീസ് ഫോം ചെയ്യുന്നത് വരെ ദർ ഈസ് ചാൻസ് ഫോർ റീകോമ്പിനേഷൻ, ദർ ഇസ് ചാൻസ് ഫോർ ഗോയിങ് ബാക്ക് എന്നാണ്. നമ്മൾ ഈ അലോപാട്രിക് സ്പീസിയേഷൻ പറഞ്ഞാലും സിംപാട്രിക് സ്പീസിയേഷൻ പറഞ്ഞാലും, അലോപാട്രിക്കിൽ നമുക്ക് ജോഗ്രഫിക്കൽ ബാരിയർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ സാധ്യതകളുണ്ട്. സിംപാട്രിക് സ്പീസിയേഷൻ പറയുന്ന സമയത്ത് ദ വേരിയേഷൻസ് അറൈസ് ആൻഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് റീകോമ്പിനേഷൻ with a selection pressure, these characters are stabilized in two different lines. But up to the limit of this speciation, there is chance for further crossbreeding and going back to the same gene pool. അതായത് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ജീവികൾ എവല്യൂഷന്റെ പാത്തിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവ തമ്മിൽ റീകോമ്പിനേഷൻ പോസിബിൾ ആണെങ്കിൽ, ഇന്റർബ്രീഡിംഗ് പോസിബിൾ ആണെങ്കിൽ, അവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ എക്സ്ട്രീംസ് പരസ്പരം ക്രോസ് ചെയ്യുകയും അവയുടെ ജനറ്റിക് മെറ്റീരിയലിൽ മിക്സ് ചെയ്യുകയും ആ ജീൻ പൂളിന്റെ ഘടകങ്ങളായി തീരുകയും ആ സ്പീഷീസ് ആയിട്ട് ഒന്ന് നിൽക്കുകയും ചെയ്യാം. വിത്തിൻ ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ, ഒരു പുതിയ ജീവിവർഗം ഉണ്ടായി വരുന്നില്ല. എന്നാൽ എവല്യൂഷന്റെ ഫലമായിട്ട് ഈ കണ്ടിന്യൂസ് സെലക്ഷൻ, ഒരേ സെലക്ഷൻ പ്രഷർ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഒരേ ദിശയിലുള്ള സെലക്ഷൻ പ്രഷർ ഈ രണ്ട് ഗ്രൂപ്പിനെയും രണ്ട് വശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ക്രോസ് ബ്രീഡിങ്ങിനുള്ള സാധ്യത കുറഞ്ഞു വരും. ഡിസ്റ്റൻസ് കൂടുന്തോറും ക്രോസ് ബ്രീഡിങ്ങിനുള്ള സാധ്യത കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവ തമ്മിൽ ഫർദർ ക്രോസിംഗ് പോസിബിൾ അല്ലാത്ത അവസ്ഥ വരും. ഫർദർ ക്രോസിംഗ് പോസിബിൾ ആവാത്ത അവസ്ഥയിൽ എത്തുന്നത് എപ്പോഴോ അപ്പോഴാണ് അവയെ നമ്മൾ പുതിയ രണ്ട് സ്പീഷീസുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഐസൊലേഷൻ എന്നതിന്റെ കൾമിനേഷനാണ്. ആ ഐസൊലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഫർദർ ക്രോസിംഗ് ഓർ ഫർദർ മിക്സിംഗ് ഓഫ് ജീൻ പൂൾ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ദ ടു ഗ്രൂപ്പ്സ് വിൽ നോൺ ആസ് ടു ന്യൂ സ്പീഷീസ്. അങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്. അതാണ് ഡാർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി. ഈ സ്പീഷീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇവ തമ്മിൽ ജീനുകൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ള എവല്യൂഷൻ അതിനകത്ത് നിന്ന് ഫർദർ എവല്യൂഷൻസ് ആണ്, ഫർദർ ഗ്രൂപ്പുകളിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പീസിയേഷൻ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ടും സ്പീഷീസിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സൺ ആയിട്ടും അടിസ്ഥാന ഘടകം, ജീവിവർഗങ്ങളുടെ അടിസ്ഥാന ഘടകം സ്പീഷീസ് ആണെന്നും ഒക്കെ ഉള്ള കോൺസെപ്റ്റിൽ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ സ്പീഷീസ് ഉണ്ടാകുന്നത് എങ്ങനെ, അത് എവല്യൂഷന്റെ ഒരു ഘട്ടം, അത് മൈക്രോ എവല്യൂഷൻ. സ്പീഷീസിന് അപ്പുറമുള്ള എവല്യൂഷൻ എന്ത്? സ്പീഷീസിനുള്ള അപ്പുറമുള്ള എവല്യൂഷൻ എന്ന് വെച്ചാൽ ജീൻ പൂൾ മിക്സ് ചെയ്യാതെയുള്ള എവല്യൂഷനാണ്. അവിടെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന്, അഡാപ്റ്റേഷൻസിന് ഒക്കെയാണ് പ്രാധാന്യം. അപ്പോൾ അതിന് മാക്രോ എവല്യൂഷൻ എന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് എവല്യൂഷനെ തികച്ചും നാച്ചുറൽ പ്രോസസ്സായി എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ് ഡാർവിന്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഡാർവിന് പറ്റിയ ഏറ്റവും പോരായ്മ എന്തെന്ന് വെച്ചാൽ വേരിയേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഐസൊലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഐസൊലേഷൻ മൂലം സ്റ്റെബിലൈസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു, റീകോമ്പിനേഷൻ വഴി ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ ഈ റീകോമ്പിനേഷൻ എങ്ങനെ സംഭവിക്കുന്നുവെന്നോ റീകോമ്പിനേഷൻ വഴി ഷെയർ ചെയ്യപ്പെടുന്ന വേരിയേഷൻസ് ആദ്യം എങ്ങനെ എറൈസ് ചെയ്തു എന്നോ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അത് മ്യൂട്ടേഷനിലൂടെയാണ് ഏത് വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെന്നറിയാം,
ദ ബേസിക് കോസ് ഫോർ വേരിയേഷൻ ഈസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ വഴിയാണ് എല്ലാ തരത്തിലുള്ള വേരിയേഷനും ഉണ്ടാകുന്നത്. ഈ വേരിയേഷൻ ഒരു ഇൻഡിവിജ്വലിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് ഓർക്കുക. ഒരിക്കലും ഒരു കൂട്ടം ഓർഗാനിസംസിൽ ഒരു മ്യൂട്ടേഷൻ ഒരുമിച്ചുണ്ടാവില്ല. ഒറ്റ ഇൻഡിവിജ്വലിലാണ് ആദ്യത്തെ ചേഞ്ച്. ആ ചേഞ്ച് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നത് എങ്ങനെ? ദ ഓൺലി വേ ഈസ് റീകോമ്പിനേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. സെക്ഷൽ റീകോമ്പിനേഷൻ. സെക്ഷൽ റീകോമ്പിനേഷന്റെ മെക്കാനിസം അറിയില്ലായിരുന്നെങ്കിലും ഡാർവിൻ അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. പിന്നീട് ഈ സെക്ഷൽ റീകോമ്പിനേഷൻ വഴി സ്പ്രെഡ് ചെയ്യപ്പെട്ട പോപ്പുലേഷനിൽ ഈ ഡൈവേഴ്സ് ക്യാരക്ടേഴ്സ് സ്റ്റെബിലൈസ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിന്റെ അടിസ്ഥാന സ്വഭാവമായി മാറുന്നത് എങ്ങനെ? അത് ഐസൊലേഷൻ വഴിയാണ്. ഐസൊലേഷൻ വെച്ചാൽ പരസ്പരം വീണ്ടും ഫർദർ റീകോമ്പിനേഷൻ പോസിബിൾ ആവാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവ രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് വളരുന്നു. അങ്ങനെ സ്പീഷീസ് ഉണ്ടാവുന്നു. അപ്പോൾ വേരിയേഷന്റെ കോസസ് ഏതൊക്കെയാണ്? മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ ആൻഡ് ഐസൊലേഷൻ. ആൻഡ് വാട്ട് ഈസ് ദ കോസ് ഫോർ സ്പീസിയേഷൻ? The stabilization of these variations beyond the limit of further recombination. ഇങ്ങനെയാണ് സ്പീഷീസ് ഉണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായി പ്യുവർലി സയന്റിഫിക്കായി തൻ്റെ സിദ്ധാന്തം ഫിലോസഫിക്കലായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഡാർവിൻ്റെ യഥാർത്ഥ പ്രതിഭ എന്ന് പറയുന്നത്. പിന്നീട് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ട തിയറിയും ഇതാണ് എന്ന് പറയാം. ഒരു ഭാഗത്ത് എതിർത്തുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ വന്നപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തന്നെ ഇതിനെ മാക്സിമം മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് ജീവിവർഗങ്ങളുടെ സങ്കരം എന്നുള്ളത് എവല്യൂഷനെ തടയുമെന്നും യൂത്തനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മനുഷ്യവർഗം കൂടുതൽ പരിണമിക്കണമെങ്കിൽ ഈ ഐസൊലേഷൻസ് ഉണ്ടാവണമെന്നും ഐസൊലേഷൻസ് മറ്റ് റേസുകളെ മറ്റ് വർഗങ്ങളെ നശിപ്പിച്ചിട്ടായാലും സുപ്പീരിയർ ക്ലാസിന്റെ എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തി അവയുടെ ഐസൊലേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന രീതിയിലേക്ക് എവല്യൂഷൻ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പല പുസ്തകങ്ങളും അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. നാസികളുടെയൊക്കെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തമാണ്. അതിനകത്ത് ബേസിക് ബയോളജിക്കൽ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എവിഡന്റ്, നമുക്ക് സത്യമാണത്. പക്ഷെ ഇത്തരം ബയോളജിക്കൽ പ്രിൻസിപ്പിൾസിനെതിരെ, റേസിസത്തിനെതിരെ ഉള്ള മാനുഷിക മൂല്യങ്ങളുടെ വളർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആണ് നമ്മുടെ ആധുനിക സമൂഹത്തെ ഇന്ന് നയിക്കുന്നത്. അതുകൊണ്ട് ജീവിവർഗങ്ങളായിട്ട് നമ്മുടെ സ്പീഷീസ് ഹോമോസാപ്പിയൻസ് ഫർദർ എവല്യൂഷൻ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാച്ചുറൽ സെലക്ഷൻ അല്ല സംഭവിക്കുന്നത്. നമ്മൾ മറ്റ് സെലക്ഷൻ പ്രൊസേഴ്സ് ഇൻഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കഷന്റെ അല്ലെങ്കിൽ തർക്കത്തിന്റെ ഒക്കെ മേഖലയാണ്. ഈ വാക്സിനേഷൻ എതിർക്കുന്ന സയന്റിഫിക് ബേസിസ് വ്യക്തമായിട്ടൊന്നും ഇല്ലാത്തവർ പോലും എടുത്തിരുന്ന തിയറീസ് ഒക്കെ ഇതൊക്കെയാണ്. വാക്സിനേഷൻ എഗൻസ്റ്റ് നേച്ചറാണ്. വാക്സിനേഷൻ എഗൻസ്റ്റ് നേച്ചർ ആയതുകൊണ്ട് ഹെർഡ് ഇമ്മ്യൂണിറ്റിക്ക് എതിരാണ്. ഹെർഡ് ഇമ്മ്യൂണിറ്റി നാച്ചുറൽ എവല്യൂഷന്റെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ എവല്യൂഷൻ നമ്മൾ തടയുന്നു. സ്വാഭാവികമായിട്ടും അത് മനുഷ്യവർഗത്തിന്റെ നാശത്തിന് കാരണമാകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വാക്സിൻ എടുത്ത് 2 വർഷം മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശാസ്ത്രജ്ഞന്മാരാണ്, സാധാരണക്കാരല്ല. ഈ തിയറി ഉപയോഗിച്ച് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉള്ള ഇതിലേതാണ് സത്യം എന്നൊക്കെ അന്വേഷിച്ചു നോക്കിയാലും സത്യം ഏത് ശരിയേത് എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആധുനിക മനുഷ്യന്റെ മൂല്യ സങ്കല്പങ്ങളെയാണ്. ഒരിക്കലും ഈ സ്പീഷീസിൽപ്പെട്ട ഒരാളും മറ്റൊരാളുടെ സഹോദരനല്ലാതെ ആവുന്നില്ല എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഈ റേസിസത്തിനെതിരെ പോരാടുന്നത്. സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഗ്രൂപ്പുകളുണ്ടോ, അവയെ വീണ്ടും നല്ല മികച്ച ഗ്രൂപ്പുകളാക്കി മാറ്റാമോ എന്നുള്ള ചോദ്യങ്ങളൊന്നും സത്യമാണോ അല്ലയോ നമ്മൾ അന്വേഷിക്കുന്നില്ല. നമുക്കറിയാവുന്നതാണ് ഒരു പെഡിഗ്രി ഉള്ള നായ വീട്ടിൽ വളർത്തിയാൽ അതിന് ക്വാളിറ്റീസ് ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ അത് മനുഷ്യ വംശത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ധാരണയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ച് മാത്രം നമ്മൾ മനുഷ്യവർഗത്തെയോ സമൂഹത്തെയോ സാമൂഹ്യ വ്യവസ്ഥയോ ചർച്ച ചെയ്യാൻ പാടില്ല എന്നും അതിനകത്തുള്ള ചില അടിസ്ഥാന മൂല്യങ്ങളെ പറ്റിയുള്ള ധാരണ മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ അവനെ എങ്ങനെ കൂടുതൽ പ്രതിബദ്ധതയുള്ളതാക്കി തീർക്കുന്നു ഈ സ്പീഷീസിനോട് മൊത്തത്തിൽ എന്നുമൊക്കെയുള്ള ധാരണകൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിനെപ്പറ്റി സാമൂഹിക തലത്തിൽ ചർച്ച ചെയ്യാൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതും കൂടെ ഇതിനോടൊപ്പം ഓർത്ത് വയ്ക്കുക. നമ്മുടെ ക്ലാസ് കുറച്ച് നീണ്ടുപോയി എങ്കിലും സാരമില്ല. എത്ര പേരുണ്ടെന്ന് എനിക്കറിയണം, 15 വരെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്യാൻ വായിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്.
നമ്മുടെ സിലബസ് സമയത്തുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സമയത്തുള്ള നമുക്ക് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് എവല്യൂഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഡ്രോബാക്സ്. ഈ 3 പേരുടെയും തിയറി ചോദിക്കാം, മ്യൂട്ടേഷന്റെ, ലാമാർക്കിന്റെ, ഡാർവിന്റെ. പിന്നെ ഡാർവിന്റെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വാട്ട് ആർ ദ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്നുള്ളത് വായിച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അത് ആ എവിഡൻസസും കൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എവിഡൻസ് ഫോർ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ സാർ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മറ്റേതല്ലേ, കമ്പാരിറ്റീവ് അനാറ്റമി, അനാറ്റമി, എംബ്രിയോളജി, പാലിയന്റോളജി, എവിഡൻസസ്, അങ്ങനെയുള്ള എവിഡൻസസ് തന്നെയാണ്. അത് തന്നെയാണ് എവിഡൻസ് ചോദിക്കാറുണ്ടെന്നുള്ളത്. അത് ചെറിയ ഷോർട്ട് ഔട്ടായിട്ടേ ചോദിക്കത്തുള്ളൂ, വലിയ മെസ്സേജായിട്ടൊന്നും ചോദിക്കത്തില്ല. ഒരു 5-6 എണ്ണം പറയുക, അതെങ്ങനെ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ പ്രസൻസ്, ഇതൊക്കെ തിയറീസ് ഓഫ് എവല്യൂഷൻ, എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ആണ്. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ജിയാദിനെ കൺഗ്രാജുലേഷൻ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സർ. ഓക്കെ, ഗുഡ്. ബാക്കിയുള്ള പ്രസന്റേഷൻ ഞാൻ ഒരുമിച്ചാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് കുറച്ച് നീണ്ടു പോകുന്നതാണ് ഞാൻ ഫസ്റ്റ് അവർ ക്ലാസ് മാറ്റിയത്. പിന്നെ ഞാൻ കോളേജിൽ പോയി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, ആ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കുക. ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ മെസ്സേജിന് ഒരു 24 hours റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. ഞാൻ മെസ്സേജ് മിസ്സാവുന്നതായിരിക്കും. ഏതെങ്കിലും മെസ്സേജിന്, നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് അയക്കുന്ന എന്ത് മെസ്സേജിനും ഞാൻ പേഴ്സണൽ റിപ്ലൈ അയക്കും. എന്തെങ്കിലും മെസ്സേജിന് ഒരു 12 hours അല്ലെങ്കിൽ 24 hours മെസ്സേജ് റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കില്ല. കാരണം അതിൻ്റെ അർത്ഥം ആ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. കുറേ മെസ്സേജ് വന്നപ്പോൾ കാണാതെ പോകുന്നതാവാം. അതുകൊണ്ട് ഒന്ന് പറയുക, ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറയുക. വെറുതെ എന്തെങ്കിലും അറിയിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഓക്കെ എന്നോ യെസ് എന്നോ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയച്ചു കൊടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് വേണം ചോദിക്കാം, പേഴ്സണലായിട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഒന്നുമില്ലെങ്കിൽ ക്വിറ്റ് ആയിക്കോളൂ.